അസർബൈജാനിൽ പോയാൽ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇത് ഫിറോസ റെസ്റ്റോറൻ്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ നിസാമി സ്ട്രീറ്റിലാണ്. ഇതൊരു പുലാവാണ്. ഇത് നല്ല രസമാണ് സംഭവം കേട്ടോ. അതുപോലെ തന്നെ ആടിൻ്റെ ഒക്കെ ഒരു കയ്യാങ്കളിയാണ്. ആടിൻ്റെ റിബൊക്കെ വെച്ചിട്ട് സ്പെഷ്യൽ ഒരു പുലാവും പോലെ തന്നെ നന്നായിട്ട് സ്റ്റൈലസ് സംഭവം കേട്ടോ. നമ്മൾ പിറ്റ എന്ന് പറഞ്ഞത് ഇതുപോലെ സംഭവം. ഇത് ആടിൻ്റെ വാലുകൊണ്ട് അതിൻ്റെ ഒരു നെയ്യൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റാണ്. കിഡിലൊരു സാധനമാണ്. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്യാൻ പോവാണ്. ഇതൊക്കെ മണ്ണിൻ്റെ പാത്രത്തിലാട്ടോ കൊണ്ടുവരുന്നത്. അത് ഈ പീസിന് അയച്ചു വെക്കാം. നിസാമി സ്ട്രീറ്റിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. അതായത് ഒരു അണ്ടർഗ്രൗണ്ട് ടൈപ്പ് ഒരു റെസ്റ്റോറൻ്റാണ്. താഴോട്ട് ഇറങ്ങി പോകണം. അവിടെ ഒരു ഗുഹാ രീതിയിലുള്ള ഒരു സെറ്റപ്പാട്ടോ. നമ്മളെ ഫിറോസ റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്നാട്ടോ കഴിച്ചേ. ഒരു മട്ടൻ്റെ സ്പെഷ്യൽ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിറ്റ അല്ല അതിൻ്റെ പേര്? പിറ്റി. വലിയ പ്രൈസൊന്നുമില്ല, പക്ഷേ എല്ലാവർക്കും അഫോർഡബിൾ പ്രൈസിനുള്ള ഒരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മട്ടൻ്റെ ഒരു സംഭവം, അതുപോലെ റൈസും, പിന്നെ ഇത് കമ്പോത്ത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അവിടുത്തെ ഒരു ദേശീയ പാനീയം എന്ന് വേണമെങ്കിൽ പറയാം കമ്പോത്ത്. അപ്പോൾ നിസാമി സ്ട്രീറ്റ് ഇതിൻ്റെ ജസ്റ്റ് അടുത്ത് തന്നെ ഈ ബാക്കിൽ ഫിറോസ. നമ്മൾ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് താഴോട്ട് ഇറങ്ങിയപ്പം വളരെ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ്. പണ്ടത്തെ രീതിയിലുള്ള ഒരു എന്താ പറയുക, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ടൈപ്പ് റെസ്റ്റോറൻറ്റാണ്. എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസാണ്. ഫാമിലി ആയിട്ടൊക്കെ പോവാം. നല്ല ഫുഡാണ്. ഞങ്ങൾ പല ടൈപ്പ് ഫുഡുകൾ ട്രൈ ചെയ്തു. അതിൽ റൈസും അതുപോലെ തന്നെ മട്ടൻ്റെ വിഭവങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ റൊട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ പിറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അത് അവർ ഡെമോ, അതിൽ നമ്മുടെ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ മട്ടൻ്റെ ഒരു വിഭവമാണിത്. അതിൽ മട്ടൻ്റെ പാലും അതെല്ലാം ഫാറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കി അവർ സ്പെഷ്യലായിട്ട് കുത്തി അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്. നല്ല രസമാണ് സംഭവം. പിന്നെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു ദാല് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. കൂടാതെ അതിൻ്റെ ഒരു സ്പെഷ്യൽ സൂപ്പ് ഒരു സംഭവത്തിലൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ കഴിക്കും. നല്ല രുചിയുള്ള സംഭവം, എനിക്കിഷ്ടമായി. ഇതൊരു സ്പെഷ്യൽ സാധനം കേട്ടോ. നോക്കി, ഇത് ആടിൻ്റെ ഈ വാൽഭാഗത്തുള്ള ഫാറ്റ്, അതുപോലെ തന്നെ കടല, ചെസ്നട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു അസർബൈജാനി ഒരു ഡിഷാണ്. ഇതിൻ്റെ പേര് പിറ്റി അല്ലേ? പിറ്റി എന്ന പേര്. നല്ല അതിൻ്റെ നെയ്യും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞത്. നമുക്ക് നോക്കി, ഇത് കണ്ടോ, കിഡിലൊരു സാധനമാണ്. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്യാൻ പോവാണ്. ഇതൊക്കെ മണ്ണിൻ്റെ പാത്രത്തിലാട്ടോ കൊണ്ടുവരുന്നത്. അത് ഈ പീസിന് അയച്ചു വെക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്ക് കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ചുവരുകളുണ്ട്. അസർബൈജാൻ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചിത്രങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ അവിടെ കാണാം. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാം. ആംബിയൻസും കൊള്ളാം. ഫാമിലി ആയിട്ട് നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ, വളരെ സന്തോഷമായിട്ട് ഒരു എന്താ പറയുക, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ്. അസർബൈജാൻ്റെ ഒരുപാട് കാഴ്ചകൾ ഇനിയുണ്ട്. അസർബൈജാൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അപ്ഡേഷനുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അസർബൈജാൻ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ഇനി വരാൻ പോകുന്നത്.